ഷാർജയിൽ കുഞ്ഞിനെ കൊന്ന് ജീവനൊടുക്കിയ വിഭജിക നേരിട്ട ക്രൂരതയുടെ വിവരങ്ങൾ കേട്ട് ഞെട്ടുകയാണ് കേരളം. സ്ത്രീധന പീഡനത്തിന്റെ മറ്റൊരു ഇരയാണോ വിഭജിക? വിഭജികയ്ക്കും കുഞ്ഞിനും സംഭവിച്ചതെന്താണ്? ആ സത്യമറിയാനുള്ള പോരാട്ടത്തിലാണ് വിഭജികയുടെ കുടുംബം. CBI അന്വേഷണം തന്നെ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഞാനും കുഞ്ഞും എന്നും ഒറ്റയ്ക്കായിരുന്നു. ആഡംബരമായി കല്യാണം നടത്തിയില്ല, സ്ത്രീധനം കൊടുത്തില്ല, കാറു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്തു. വീടും പണവുമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നു പറഞ്ഞ് അധിക്ഷേപിച്ചു. ആഹാരം തരില്ല, പട്ടിയെപ്പോലെ തല്ലി, നാട്ടിൽ പോകാൻ അനുവദിക്കില്ല. സഹിക്കാവുന്നതിലും അപ്പുറം സഹിച്ചു. ഷാർജയിൽ കുഞ്ഞുമകളോടൊപ്പം ജീവനൊടുക്കിയ വിഭജിക മരിക്കുന്നതിന് മുൻപ് കുറിച്ചുവച്ച വാക്കുകളാണ്. ആരുടെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന പീഡനങ്ങളാണ് വിഭജിക നേരിട്ടത്. ഭർത്താവിനും ഭർത്താവിന്റെ അച്ഛനും ഭർത്താവിന്റെ സഹോദരിക്കുമെതിരെ ആത്മഹത്യാക്കുറിപ്പിലുള്ളത് ഗുരുതര ആരോപണങ്ങൾ. ചന്ദനത്തോപ്പ് സ്വദേശിയായ വിഭജിക മണിയനെയും മകൾ വൈഭവിയെയും ചൊവ്വാഴ്ചയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. പൊന്നുപോലെ നോക്കിയ മകളുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വിഭജികയില്ലാത്ത കൊല്ലത്തെ വീട്. അതെ, വിഭജികയ്ക്കും കുഞ്ഞിനും നീതി കിട്ടിയേ പറ്റൂ. അതിനായി ഏതറ്റം വരെയും പോകാനുള്ള ഒരുക്കത്തിലാണ് ഈ കുടുംബം. അന്വേഷണം എനിക്കിത് അറിയണം മോനെ. എൻ്റെ മോൾ ഒരിക്കലും ചെയ്യത്തില്ല, എൻ്റെ മോൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. എൻ്റെ മോളെ എന്തിനു കൊന്നെന്ന് എനിക്ക് അറിയണം. ഇപ്പം നിലവിൽ നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. NK പ്രേമേന്ദ്ര MP മെയിൽ ഐ ഡിയിലേക്ക് CBI തന്നെ അതിനകത്ത് മുൻകൈ എടുത്ത് അതിന് ആവശ്യമായിട്ടുള്ള CBIയിലേക്ക് അന്വേഷണം കൈമാറുകയും ആ CBI അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഷാർജയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.